നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതെ തേനെടുത്ത് പോയാൽ ഈ റാണി ഈച്ച നശിച്ചു പോകും, കോളനി നഷ്ടപ്പെട്ടു പോകും. ചെറുതേനീച്ച കോളനികളെ ഓൾ ഇന്ത്യ ഒരെണ്ണമായാലും ഒത്തിരി ആയാലും നിങ്ങൾക്ക് ചെറുതേനീച്ച കോളനികൾ എത്തിച്ചേരാം. നമുക്ക് നമ്മൾ വെച്ചപ്പോഴേ കണ്ടോ കയറുന്നുണ്ടോ? സിംഗിൾ കോഡിൽ നിന്നാണ് ഇത് ഇത്രയും കിട്ടിയിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ജോലിയുള്ള ആൾക്കാണെങ്കിലും സൈഡായിട്ട് നമ്മളിതിനകത്ത് തേൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഈച്ചകളുണ്ട്. പരമാവധി ഇതിന്റെ അടിയിലായിരിക്കും തേനീച്ചയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് മുട്ടയിട്ട്. ഈ ഒരു സെക്ഷൻ നോക്കിയാൽ ഇവിടെ ആയിരിക്കും തേൻ ശേഖരിച്ചു വെക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇത് കണ്ടോ, ഇത് ചെറുതേനീച്ച കൂടാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിലയ്ക്കൽ ബി ഗാർഡനിലാണ്. അപ്പോൾ അവിടുത്തെ ചെറുതേൻ കോളനിയാണിത്, ചെറുതേനീച്ചകളുടെ കോളനിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ചെറുതേനീച്ച എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാമെന്നും ചെറുതേനീച്ച തേൻ എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്നും ഒക്കെ നോക്കാം. അപ്പോൾ എല്ലാ വീടുകളിലും ഒരു ചെറുതേനീച്ച കോളനിയെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ നിലയ്ക്കൽ ബി ഗാർഡനിലെ ഇതിൻ്റെ ഓണർ അനൂപ് നമ്മുടെ കൂടെ ഉണ്ട്. അനൂപ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെറുതേനീച്ച വെച്ചിരിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ? ഇത് ഓരോന്നും ഓരോ കോളനിയാണ് അല്ലേ? അതെ, നമുക്ക് തേനീച്ച വളർത്തലിൽ വൻതേനീച്ചയുണ്ട്, ചെറുതേനീച്ചയുണ്ട്. അപ്പം ചെറുതേനീച്ച കോളനികൾ മാത്രം വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണിത്. ഇത് ഓക്കെ. അപ്പോൾ ഈ ചെറുതേനീച്ച നമുക്ക് എല്ലാ വീടുകളിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ എല്ലാ സ്ഥലത്തും എനിക്ക് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഒത്തിരി മലകളും പുഴകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഒത്തിരി വനമേഖലകളും അതേപോലെ ചെറു സസ്യങ്ങളുള്ള സ്ഥലമാണ്. വൻതേനീച്ചകൾ എപ്പോഴും നമുക്ക് കൂടുതൽ റബ്ബർ ഉള്ള സ്ഥലത്തെ പറ്റത്തുള്ളെങ്കിൽ ചെറുതേനീച്ചകൾ നമുക്ക് ഒരു എറണാകുളം ടൗണിലുള്ള ഒരു ഫ്ലാറ്റിൽ വേണേലും വളർത്താം. ഓ ശരി ശരി. ഇപ്പം രണ്ടാമത്തെയോ മൂന്നാമത്തെ നിലയിലാണേലും വളർത്താം. പക്ഷെ നമ്മൾ ഒരു 2-3 ചട്ടിയിലെങ്കിലും ബാൽക്കണിയിലൊക്കെ നമ്മൾ ഒരു ചെടിയൊക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. തേനിന്റെ ഒരു ഔഷധ ഗുണത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട. പ്രത്യേകിച്ച് ചെറുതേനീച്ച അത് എല്ലാ വീടുകളിലും നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇതുപോലൊരു കോളനി, ഇതിന് കോളനി എന്നാണല്ലോ പറയുന്നത്. അതെ, അതിന് തേനീച്ചകൾ വളരുന്ന ഒരു പെട്ടി അതിനെയാണ് ഒരു കോളനി എന്ന് പറയുന്നത്. തേനീച്ചകൾ ഒരു ഫാമിലിയിൽ ഒരു റാണീച്ച കാണും, അതിനകത്ത് കുറെ വേലക്കാരി തേനീച്ചകൾ കാണും, ആണീച്ചകൾ കാണും. ഇതിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ബീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാമിലിയാണ് നമ്മളൊരു കോളനി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് 2 കോളനി എന്ന രീതിയിലാണ്. ഞങ്ങളിപ്പം നമ്മൾ ഒരു കൃഷിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഞങ്ങൾ സ്റ്റാൻഡിലാണ് കോളനികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഒരു സ്റ്റാൻഡ് 2 കോളനി എന്ന രീതിയിലാണ് നമ്മൾ കോളനികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ കൃഷി ചെയ്യാം. ചിലർക്ക് പറമ്പ് ഒത്തിരി ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ഹാങ് ചെയ്തിടാം. അതല്ലെങ്കിൽ ബാൽക്കണിയിൽ ചെറിയൊരു സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ മരത്തേലൊക്കെ കെട്ടി തൂക്കാൻ പറ്റുന്ന മോഡൽ പെട്ടിയുണ്ട്. അങ്ങനെയുള്ള പെട്ടികൾ കൈകാര്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നല്ല പൂക്കൾ വേണം, അല്ലെന്നുണ്ടെങ്കിൽ റബ്ബർ വേണം. അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളാണെന്ന് എനിക്ക് അനുഭവമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇത് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. നമുക്ക് ഇതുപോലുള്ള വലിയ ഒരു പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഏതൊക്കെ അല്ലെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ഇത് ചെറുതേനീച്ചകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തറനിരപ്പിലുള്ള ചെടികൾ മാത്രമാണ് അവരുടെ സോഴ്സ്. അപ്പം അതായത് നമ്മുടെ ഇപ്പം ഗാർഡൻ ഫ്ലവേഴ്സ് ആണെങ്കിൽ 10 മണി ചെടികൾ, തെച്ചിപ്പൂവ്, ചെമ്പരത്തിയൊക്കെ നല്ലതായിട്ട് ഹണി പ്രൊഡക്ഷനും പൂമ്പൊടിയും കിട്ടുന്ന ചെടികളാണ്. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ബാൽക്കണിയിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഒത്തിരി ടെറസ് ഗാർഡൻ പോലെയുള്ള എല്ലാവരും ചെടികൾ വെക്കുന്നുണ്ട്. സുഖമായിട്ട് അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. ഇനി ഒത്തിരി പറമ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ പച്ചക്കറി നടുന്നവർക്കൊക്കെ ഇത് ചെയ്യാവോ? സുഖമായിട്ട് ചെയ്യാം. അത് കൂടുതൽ പരാഗണത്തിലൂടെ കായ്ഫലം കൂടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമ്മുടെ പോളിനേഷന് സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ്. അപ്പൊ നമ്മൾ മരുന്നടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം, നമുക്ക് തേനീച്ചകളിലെ വളർത്തുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നമുക്ക് എല്ലാ വീടുകളിലും സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് അനൂപ് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും. അപ്പം നമ്മള് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഇപ്പൊ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചിലപ്പം അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ തുടങ്ങിയ ചെറിയ കലത്തിനകത്തുള്ള പെട്ടികളൊക്കെ പലരുടെയും വീട്ടിൽ കാണും. പക്ഷേ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊരു ഡെമോ എന്ന് കാണിക്കാം. ഒരു ചെറുതേനീച്ച കോളനി എങ്ങനെ തുറക്കണം, തുറന്ന് എങ്ങനെയായിരുന്നു തേൻ എടുക്കണം, ഒരു പുതിയ കോളനി ആ പെട്ടിക്കകത്ത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡെമോ കാണിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഇത് തുറക്കാന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ കാര്യം പേടിയാ. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഞാൻ അനൂപ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് നമുക്ക് കുത്ത് കിട്ടുമോന്നാണ് ചോദിച്ചത്. കാരണം നമ്മുടെ ഈ തേനീച്ച എന്ന് പറയുമ്പോഴേ കടന്നലിനെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. നമുക്ക് പേടി ഇത് കുത്തുമോ എന്നൊക്കെയുള്ള. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് കാണണം. ഇത് കുട്ടികൾക്ക് വരെ കൈകാര്യം ചെയ്യാം എന്ന്. അപ്പം അതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം, ചെറുതേനീച്ചകളെ നമ്മൾ ഒരു തരത്തിൽ പോലും നോവിക്കാത്തൊരു തേനീച്ചയാണ്. അവർക്ക് ആകെപ്പാടെ ഉള്ള അവരുടെ ഒരു സംരക്ഷണ രീതി, അവരുടെ കൂടിനെ സംരക്ഷിക്കാനാണ് അവർ എപ്പോഴും തേനീച്ചകൾ കുത്തുന്നത്. തേനീച്ചകൾക്ക് കുത്താനുള്ള അവയവം, ചെറുതേനീച്ചകൾക്ക് കുത്താനുള്ള അവയവമില്ല. അവർ നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ കാർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം
നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ എന്റെ കൈ നിങ്ങൾ നോക്കിയാൽ കാണാം ഒത്തിരി പാടുകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് എന്ത് പറ്റി. ഇത് ആദ്യം തന്നെ നമ്മള് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയും ഇതൊന്നും ഒരു രോഗമോ അല്ലെ ഈ വ്രണം പോലത്തെ പരിപാടി ഒന്നുമല്ല. ഇത് തേനീച്ചകളുടെ കുത്തു കൊള്ളുന്നതാണ്. ഇത് 1 മാസം കുത്തു കൊള്ളാതിരുന്ന നമ്മുടെ സ്കിന്നിലെ എല്ലാ കാര്യങ്ങളും നോർമലാവും. കാരണം നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തെങ്കിലും അസുഖമാണോ. അസുഖങ്ങളൊന്നുമല്ല, ഇത് നമ്മൾ ഡെയിലി തേനീച്ചകളുടെ കുത്ത് കിട്ടുന്നതുകൊണ്ട് ആ വരുന്ന പാടുകളാണ്. അത് വൻതേനീച്ച, ഇത് വൻതേനീച്ചകളുടെ, ചെറുതേനീച്ചകളുടെ കുത്തുന്ന പറയുന്ന പരിപാടിയേ ഇല്ല. ഇപ്പൊ ഉറുമ്പ് കടിക്കുന്ന വേദന അങ്ങനെ പോലും ഇല്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഒരു കാർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കകത്ത് കയറാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും, ചെവിക്കകത്ത് കയറത്തില്ല, നമ്മുടെ തലമുടിയില് ഒട്ടിപ്പിടിക്കും. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവ രീതികൾ. അതൊരു ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെയുള്ള അതൊക്കെയാണ് അവരുടെ കൂടെ സംരക്ഷിക്കാനുള്ള മാർഗം. അല്ലാതെ ഇങ്ങനെ കുത്തുന്ന സ്വഭാവം ഇല്ല. ഇത് വൻതേനീച്ചകളുടെ പരിപാടിയാണ്. അപ്പം ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാം ഇത് പൂർണ്ണമായും വൻതേനീച്ചയുടെ പരിപാടിയാണ് എന്ന് ഓർക്കുക. ശരി, അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം തേനീച്ച ഒന്ന് തേൻ എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം അല്ലേ? ഓക്കെ, ചെറുതേനീച്ച കോളനി എങ്ങനെ തുടങ്ങാം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ളത് നോക്കാം. അപ്പൊ അനൂപേ, ഇതാണൊരു ചെറുതേനീച്ചയുടെ ഒരു സംഭവം അല്ലേ? അപ്പൊ ഇത് നമ്മള് കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെറുതേനീച്ച കോളനികൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. അതിന് ബൈ കൊറിയറിലൂടെ വേണേലും എത്തിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ വീടുകളിൽ എത്തും സാധനം എവിടെയാണേലും. അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റാൻഡ് ഉൾപ്പെടെ എല്ലാം ഉണ്ടാവും അല്ലേ? ഇത് നമുക്ക് ഈ സ്റ്റാൻഡ് നമ്മൾ ഉറുമ്പ് കയറാതെ ഇരിക്കാനായിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഇതല്ലേ വേനൽക്കാല സമയത്ത് ഉറുമ്പ് കയറത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് വെള്ളം ഇല്ലാത്തത്. വെള്ളം അല്ലെങ്കിൽ ഓയില് അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഒഴിച്ചിടും. അപ്പൊ ഇതിന് ഉറുമ്പ് മേപ്പോട്ട് കയറത്തില്ല. അപ്പം ചെറുതേനീച്ച കോളനികളെ പൊതുവെ ഉറുമ്പ് ബാധിക്കാറില്ല. കാരണം ഇവരുടെ ഈ പശയെല്ലാം മരങ്ങളുടെ അരക്ക. അപ്പൊ ഈ അരക്ക് ചവിട്ടിയിട്ട് ഒരു ഉറുമ്പിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ചെറുതേനീച്ച കോളനികൾ നമുക്ക് ചില ആളുകൾ വീടിന്റെ സൈഡില് സൺഷെയ്ഡിലുള്ള ഹുക്കെ ഹാങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പറമ്പ് ഇപ്പം ഈ മാംഗോസ്റ്റിയുടെ തോട്ടം, റംബൂത്താന്റെ തോട്ടം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി സ്റ്റാൻഡ്. നമുക്ക് ഹുക്കെ ഹാങ് ചെയ്യാനാണ് കെട്ടിത്തൂക്കി അങ്ങനെ വേണമെങ്കിലും ഹാങ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് പല മാർഗങ്ങളുണ്ട് കോളനി കൈകാര്യം നമുക്ക് അതെല്ലാം ഒന്ന് നോക്കാം, ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ? ഇതിപ്പം നമ്മള് സ്റ്റാൻഡ് വെക്കുമ്പം ഉള്ളൊരു രീതി ഞാനൊന്ന് കാണിക്കാം. ഇത് ആക്ച്വലി നമ്മള് മഴ നനയാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ടാർപ്പായിട്ടിരിക്കുന്നത്. നമ്മള് ഒരു ചാക്കും ടാർപ്പ എന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇപ്പം ഇത് നിങ്ങൾ ചിന്തിക്കുക എന്തിനാണ് ഇത് ആക്ച്വലി നമ്മുടെ പ്രൊട്ടക്ഷനാണ്. അതായത് ഇവിടെ ചില വേനൽക്കാല സമയത്ത് ഇപ്പം ഇത് തോട്ടമാണ്, ഈ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഇല പൊഴിയുമ്പം വെയിൽ നേരിട്ട് പെട്ടിയുടെ മേളിലടിക്കും. അപ്പം ചെറുതേനീച്ചയുടെ തേൻ നിറച്ചു വെച്ചിരിക്കുന്നതും മുട്ടയിരിക്കുന്നതും എല്ലാം മെൽറ്റായി പോകും, ചൂട് ഓവറായിട്ട് വന്നാൽ. അപ്പോൾ അതിന് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ പഴയ സ്പോഞ്ച് കടകളിൽ കിട്ടും. അങ്ങനെയുള്ള സ്പോഞ്ച് വാങ്ങിച്ചിട്ടാൽ പിന്നെ ഒട്ടും വെയിലടിച്ചു പോകില്ല. അല്ലെങ്കിൽ തടിയോ എന്തെങ്കിലും വെച്ച പലകയോ ഒന്നും വെച്ചാലും കുഴപ്പമില്ല. മാക്സിമം തിക്നെസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡ് 2 കോളനി വെക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സ്റ്റാൻഡ് 2 കോളനി വെക്കുമ്പോൾ ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളർന്ന കോളനിയുടെ ലക്ഷണമാണിത്. കണ്ടോ? അപ്പം നിങ്ങൾക്ക് സംശയം തോന്നി എന്തിനാ ചെറുതേനീച്ച ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടാക്കുന്നതെന്ന്. ആക്ച്വലി നമ്മളിവിടെ ഒരു ചെറിയ ഹോള് മാത്രമേ തടിപ്പെട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. തേനീച്ചകൾക്ക് ചിലപ്പോൾ ഇവിടെ മഴവെള്ളത്തിന്റെ പ്രശ്നം വല്ലതും വരുമ്പോൾ അതിന്റെ ഡൈവേർഷൻ, അതായത് എന്തെങ്കിലും ഉറുമ്പിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ അവരുടെ ഡൈവേർഷൻ മാറ്റി അത് കൊണ്ടുപോകുന്നു അതൊരു കാരണം. അതേപോലെ തന്നെ കോളനിയുടെ ആക്ടിവിറ്റി അനുസരിച്ച് ഒത്തിരി വളർന്ന കൂടാണെങ്കിൽ ഒരു എൻട്രൻസ് വലിപ്പം കൂട്ടുന്ന സ്വഭാവം. അതുപോലെ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 കോളനി ഒരു സ്റ്റാൻഡ് വെക്കുമെന്ന് പറഞ്ഞില്ലേ? ഒരു കോളനിയുടെ എൻട്രൻസ് നമ്മൾ ബാക്കിലേക്കാണെങ്കിൽ ഒന്നിന്റെ എൻട്രൻസ് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലേക്കായിരിക്കും വെക്കുന്നത്. അപ്പൊ ഇതിന് പക്ഷെ അതുപോലെ ഇത് ആക്ടിവിറ്റിയുടെ കാരണങ്ങൾ കൊണ്ടാണ്. ഈ കോളനി കുറെ കൂടെ നല്ല ആക്റ്റീവാണ്. ഇത് പക്ഷെ അത്ര ആക്റ്റീവ് ആയിട്ടുള്ളൊരു കൂടല്ല. അതുകൊണ്ടാണ് ഇതിന് അത്രയും ചെറിയ എൻട്രൻസ്. ശരി, മനസ്സിലായോ? അപ്പൊ ഈ ഒരു കോളനി ഇപ്പം നമുക്കൊന്ന് തുറന്ന് തേനെടുക്കാം. ഈ ഒരു കോളനി വേണമെന്ന് പിടിച്ചു നോക്കുമ്പോൾ അറിയാം, നല്ല ഹെവി വെയിറ്റ് ഉള്ള സാധനമാണ്. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹെവി വെയിറ്റ്. അപ്പം ഇത്രയും നല്ലൊരു കോളനിയൊക്കെ നമുക്ക് തേൻ എടുക്കാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം നമുക്ക് എന്തായാലും കോളനി തുറന്നു നോക്കാം, തേൻ എത്രയുണ്ട്, എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നോക്കാം. റാണിയെ കാണാൻ പറ്റുമെന്ന് നോക്കണം. ഈ റാണിക്ക് എന്താ ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാൻ കാര്യം? അതിന്റെ കാരണം ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളനി എങ്ങനെയായാലും ഒരു 10,000-2000 അല്ലെങ്കിൽ 2,500 തേനീച്ച കാണും ഒരു ചെറുതേനീച്ചയുടെ കോളനി. ഇത്രയും തേനീച്ചകളിലും അമ്മ എന്ന് പറയുന്ന റാണിയാണ്.
റാണിയാണ് ഇത്രയും തേനീച്ചകളെ മുട്ടയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓ ശരിയാ. എന്നാൽ ചെറുതേനീച്ചകള് പൊതുവെ ഒരു തേനീച്ച കോളനിയിൽ നിന്ന് നമ്മൾ പറയുന്നത് ചെറുതേനീച്ചയുടെ കോളനി ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെയൊക്കെ വീടിന് പഴയ വീടാണെങ്കിൽ കല്ലിന്റെ പൊത്തിലോ ഫൗണ്ടേഷൻ ഈച്ച ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചിലേ അത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലപ്പോൾ അത് അവിടെ കാണും. നിങ്ങളെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഉണ്ടായ സാധനം ഇപ്പോഴും കാണും. അതായത് റാണി മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചെറുതേനീച്ചയുടെ റാണിക്ക് പിന്നെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. കാരണം അതിന്റെ അബ്ഡോമൻ അല്ലെങ്കിൽ അതിന്റെ ഉദരഭാഗം വളരെ വലുതാവും, ബൾബ് പോലെ ആവും. അപ്പൊ പിന്നെ അത് പറക്കാൻ പറ്റത്തില്ല. അതാണ് ചെറുതേനീച്ചയുടെ പ്രത്യേകത. എന്നാൽ ഇവർക്ക് എപ്പോഴേലും കൂടുവിട്ട് പറന്ന് പോകണമെങ്കിൽ എണ ചേരാത്ത ഒരു റാണീച്ചയാണിത് കാണും. അതിന് ഗൈനി എന്ന് പറയും. ആ ഗൈനീച്ചയാണ് എപ്പോഴും കൂട് വിട്ടു പോകുന്നത്. അപ്പം ഈ കാരണത്താൽ ഒരു കോളനി നമ്മൾ സെറ്റ് ചെയ്താൽ പ്രകൃതിയിലെ വെയില്, മഴ, ഉറുമ്പ്, പല്ലി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഈ കോളനി നമ്മൾ വർഷങ്ങളോളം നമ്മുടെ കയ്യിൽ ഈ ഒരു കോളനി ഉണ്ട്. അപ്പൊ അനൂപെ കുറെ സാധനങ്ങൾ ഇപ്പൊ പെട്ടി അല്ലാതെ കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. തൊപ്പി ഉൾപ്പെടെ. തൊപ്പി എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. പക്ഷെ ഈ ഓലക്കാൽ ഉൾപ്പെടെ ബാക്കി പല സാധനങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്ന് പറഞ്ഞു തന്നെ. അത് ഞാൻ പറയാം. അപ്പം നമ്മളൊരു ചെറുതേനീച്ചയുടെ കോളനി തുറന്ന് തേൻ എടുക്കാൻ പോകുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, ദിബു ചേട്ടൻ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് വരേണ്ടതായിരുന്നു. ഒരു ഫുൾ കൈ ഷർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം പിന്നെ ഒരു അനുഗ്രഹം ഉള്ളത്, ദിബു ചേട്ടന്റെ കയ്യിൽ അധികം രോമം ഇല്ല. കാരണം ഈ രോമത്തിൽ തേനീച്ചകൾ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ രോമം ഇല്ലെങ്കിൽ വലിയ ശല്യം നമുക്ക് ഉണ്ടാകത്തില്ല. രോമം ഉണ്ടെങ്കിൽ ഇതേ നമ്മൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഫുൾ കൈ ഷർട്ട് നമ്മൾ ഇടുക. രണ്ടാമതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തൊപ്പി വേണം, തലയില് മൂടാൻ. കാരണം ഈച്ച നമ്മുടെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം, അതിനാണ് നമ്മൾ ഈ തൊപ്പി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് അടുത്തതായിട്ട് ഇത് ചെറുതേനീച്ചയുടെ തേൻ എടുക്കാനും പെട്ടി തുറക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കത്തിയാണ്. ഇതൊരു തേനീച്ച കൃഷിക്കാരൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറുതേനീച്ചയുടെ കത്തി, 3 സൈഡ് മൂർച്ച വരുന്ന കത്തിയാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റീലിൻ്റെ അരിപ്പ. പണ്ട് കാലത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ചെറുതേനൊക്കെ എടുക്കുന്ന ഏതെങ്കിലും ഒരു തോർത്തിലൊക്കെ ഇട്ട് പിഴിഞ്ഞ് അല്ലെങ്കിൽ കൈയൊക്കെ ഇട്ട് ഞെക്കി പിഴിഞ്ഞൊക്കെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഹൈജീനിക് ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുമ്പം അതൊന്നും അത്രയും നല്ലതല്ല. അങ്ങനെ എടുക്കുന്ന തേൻ ലോങ് ടൈമിൽ ഇരിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സ്റ്റീൽ അരിപ്പയിലിട്ടിട്ട് വെയിലത്ത് വെച്ചാണ് നമ്മൾ ശരിക്കും തേൻ എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ലൊരു സ്റ്റീൽ പാത്രം ഉണങ്ങിയത് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് സ്പൂൺ, നല്ല കട്ടിയുള്ള സ്പൂൺ ആവശ്യമാണ്. പിന്നെ കുറച്ച് കോട്ടൺ ക്ലോത്ത് നമ്മൾ കീറി വെച്ചിരിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തേനൊക്കെ പെട്ടിക്കകത്തുള്ളതൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ക്ലോത്ത് ആവശ്യം വരും. പിന്നെ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടൂള്. ഇത് നമ്മുടെ ഓലക്കാലാണ്. അപ്പൊ ഇതിന്റെ കട്ടി കൂടിയ ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കട്ടി കുറഞ്ഞ ഭാഗം നമ്മൾ എടുക്കത്തില്ല. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഈർക്കിൽ മാത്രം നമുക്ക് ഇതേപോലെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഈർക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ കൂടിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി. അപ്പം ഈർക്കിലെടുത്ത് നമുക്ക് ഏകദേശം ഈ ഒരു നീളത്തിൽ. അപ്പം ഇത് നല്ല കട്ടിയാണ്. നമ്മൾ ഇതിനകത്ത് മുട്ട ഇളക്കുന്നതൊക്കെ ഇത് വെച്ചിട്ടാണ്. അതിനാണ് ഈർക്കിൽ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ എടുക്കണം ആ ഒരു ഈർക്കില്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മുട്ട ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇളക്കി. കാരണം ചെറുതേനീച്ചകളുടെ മുട്ട നമുക്ക് കൈ വെച്ചെടുക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു കടുകിന്റെ സൈസേ ഉള്ളൂ. നമ്മളിപ്പോ കൂട് തുറക്കുമ്പോൾ കാണാം. അപ്പൊ ആ കടുകിന്റെ സൈസിലുള്ള മുട്ടയെ ഇളക്കി എടുക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പൊ കമ്പിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, വേണമെങ്കിൽ കമ്പി ഉപയോഗിക്കാമല്ലോ. ചിലപ്പോൾ കമ്പിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ ഒട്ടിപ്പിടിക്കും, എങ്കിലും നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി. അതേപോലെ തന്നെ ചെറുതേനീച്ചയുടെ പെട്ടി, നമ്മൾ ഈ കൂട് തുറക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് റാണി ഉണ്ടോ. റാണി എന്തായാലും ഉണ്ട്, പക്ഷെ റാണി മുട്ടയുണ്ടോ, അല്ലെങ്കിൽ കൂട് പിരിക്കാൻ പറ്റുമോ, ഇതിനകത്തുനിന്ന് പുതിയൊരു കോളനി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ നമ്മൾ ഇത് നേരത്തെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മോഡൽ കൂടാണ്. അപ്പൊ പിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടി തുറക്കുമ്പോൾ റാണി മുട്ട ഉണ്ടെങ്കിൽ ആ കൂട് പിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡിലുള്ള ഒരു കൂടാണ്. ഇതിനകത്ത് തേൻ സെപ്പറേറ്റ് വരുന്ന മോഡലാണ്. ഇതിനകത്ത് തേൻ സെപ്പറേറ്റ് വരും. ഇവിടെ കുഞ്ഞുങ്ങള് വളരുന്ന സ്ഥലം. ഒറ്റ സെക്ഷൻ. ആക്ച്വലി ചെറുതേനീച്ചയുടെ 2 മോഡൽ. ഇതൊരു ബോക്സ്, ഒരു മോഡൽ ബോക്സ് ആണെങ്കിൽ ഇത് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് വേറൊരു മോഡലാണ്. അങ്ങനെയുള്ളൂ. ബോക്സ് പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇപ്പൊ അതിനകത്ത് മുഴുവൻ തേനീച്ചയാണ്. അതെ, മുഴുവൻ തേനീച്ചയാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മാത്രമേ തൊപ്പി വെക്കാം അല്ലേ? അതെ, നിങ്ങൾക്ക് കൂട് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടി
അതെ. നമ്മളെ ആ ഒരു തൊപ്പി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫുൾ കൈ ഷർട്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുതേനീച്ചയുടെ കോളനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. അടിപൊളി. അപ്പോൾ നല്ല രീതിയിൽ മുട്ടയും തേനും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു കൂടാണ്. നമുക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഇതിനകത്ത് റാണി ഉണ്ടോ എന്ന് നോക്കുക. നമ്മളൊരു ചെറുതേനീച്ച കോളനികൾ തുറക്കുമ്പം കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഞാൻ പറഞ്ഞു നല്ലതായിട്ട് വളർന്ന ഒരു തേനീച്ചയുടെ കോളനിയാണ്. ഇതിനകത്ത് ഈ കാണുന്ന പോർഷൻ എല്ലാം പൂമ്പൊടിയാണ്. ഇത് കണ്ടോ, ഓരോ കളറ് പൂമ്പൊടികൾ. ചിലപ്പോൾ ഇതൊക്കെ ഓരോ മരങ്ങളുടെ ആയിരിക്കും. ഈ യെല്ലോ കളറൊക്കെ കൂടുതലും തെങ്ങിൻ്റെ പൂമ്പൊടികളായിരിക്കും. എന്നാൽ ഇതൊക്കെ ചിലപ്പം വേറെ മരങ്ങളുടെ ആയിരിക്കും. അപ്പം നല്ല രസകരമായ രീതിയിൽ നല്ല ഡിഫറെൻറ്റ് കളറിലെ പൂമ്പൊടികളുണ്ട്. അത് മുഴുവൻ പൂമ്പൊടിയാണ്, ഇതെല്ലാം പൂമ്പൊടിയാണ്, തേനല്ല. അല്ല. ആക്ച്വലി തേനീച്ചകളുടെ ഭക്ഷണമാണ് തേനും പൂമ്പൊടിയും. തേനെന്ന് പറയുന്നത് ഇവർക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും പൂമ്പൊടി എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണവുമാണ്. അപ്പം ഈ കാണുന്ന എല്ലാം തേനാണ്. ഇതാണ് നമുക്ക് ചെറുതേനായിട്ട് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തേൻ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ഈ പൂമ്പൊടിയും തേനും ഒക്കെ മിക്സായി കലർന്നിരിക്കുന്നത്. അപ്പം തേൻ എടുക്കുമ്പോൾ ചിലപ്പം അതിനകത്ത് പൂമ്പൊടിയുടെ അംശം കാണും. പക്ഷെ നമ്മളത് മാക്സിമം കലരാതെ വേണം തേൻ എടുക്കാനും എടുക്കേണ്ടതും രീതി. അതേപോലെ തന്നെ ഈ കാണുന്നത് മുട്ട. ഇപ്പം ചെറുതേനീച്ച കോളനി 2 തരത്തിലുള്ള മുട്ടയുണ്ട്. ഇത് എല്ലാം പഴയ മുട്ടയാണ്. ഇതിന്റെ കളർ ഡിഫറൻസ് ആണ് ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇതാണ് പുതിയ മുട്ട. അതും മുട്ടയാണല്ലേ? ഇതും മുട്ടയാണ്, ഇതും മുട്ടയാണ്. പക്ഷെ ഇതെല്ലാം പുതിയ മുട്ടയാണ്, ഇത് പഴയ മുട്ടയാണ്. അപ്പൊ ഈ മുട്ടകളുടെ പ്രത്യേകത നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് കുത്തി എടുക്കാം. കണ്ടോ, ഇങ്ങനെ ലെയറായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിനിപ്പോ വിരിയാനുള്ളതാണ്. ഇതെല്ലാം വിരിയാനുള്ളതാണ്. പക്ഷെ ഇതായിരിക്കും ആദ്യം വിരിയുന്നത്, കാരണം ഇത് പഴയ മുട്ടയാണ്. ഇതാണ് പുതിയ മുട്ട. ഇത് നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് എടുക്കാൻ ഒക്കത്തില്ല, ഇത് പൊട്ടി പോകും. ഇത് നല്ല ഇളം പ്രായത്തിലുള്ള മുട്ടകളാണ്. പിന്നെ ഈ കാണുന്ന എല്ലാം നല്ല തേന്റെ കട്ട കണ്ട. ഇതെല്ലാം ഇത് പെട്ടി നിറച്ച് തേനുള്ള ഒരു കൂടാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി തേൻ എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ചെറുതേൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 100% തേൻ ഒരിക്കലും നമ്മൾ വടിച്ചെടുക്കത്തില്ല. കാരണം ചെറുതേനീച്ചകൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ആഹാരം കൊടുത്ത് വളർത്തുന്ന രീതിയില്ല. പക്ഷെ വൻതേനീച്ചകൾക്ക് നമ്മൾ ഫീഡ് ചെയ്ത് വളർത്തുന്ന രീതിയുണ്ട്. അപ്പോൾ ചെറുതേനീച്ചകളെ അവർക്ക് വേണ്ട ഭക്ഷണം, അതായത് കുറച്ച് തേനും പൂമ്പൊടി എപ്പോഴും നമ്മൾ പെട്ടിക്കകത്ത് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്. തേൻ എടുക്കുമ്പോൾ കുറച്ച് തേൻ അവർക്ക് വെച്ചിട്ട് ബാക്കിയുള്ള തേൻ നമ്മൾ പൂർണ്ണമായും എടുക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പൂമ്പൊടിയുടെ ഈ ഒരു സെക്ഷനിലുള്ള തേൻ നമ്മൾ എടുക്കത്തില്ല, കാരണം അത് അവർക്ക് കൊടുത്തിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പൂമ്പൊടിയായിട്ടിരിക്കുന്ന ഒരു രീതി കാണുന്നത്. നമ്മൾ ഒരു സെക്ഷൻ മാത്രം ഫുള്ള് തേൻ എടുക്കുന്ന രീതിയാണ്. ചെറുതേനീച്ച കോളനിയിലെ റാണീച്ച ഇതാണ്. അപ്പൊ നമ്മൾ കൂട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് റാണീച്ചയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെറുതേനീച്ച കോളനിയിലെ ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം ഈ ഇച്ചിരി ഇല്ലാത്ത ഈ തേനീച്ചയാണ് ഇത്രയും തേനീച്ചകളെ ഉൽപ്പാദിപ്പിക്കുന്ന അമ്മ എന്ന് പറയുന്നത്. ഈ ഈച്ചയിടുന്ന മുട്ടയിൽ നിന്നാണ് നമ്മുടെ തേനീച്ച കോളനിയിൽ ഈച്ചയെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ തേൻ എടുക്കുമ്പോഴേ കാണും ഈ തേനിൻ്റെ അകത്ത് റാണി ഈച്ച ഉണ്ടെങ്കിൽ. ഇപ്പം തന്നെ ഈ റാണി ഇരിക്കുന്ന തേൻ്റെ മേളിലാണ്. നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതെ തേൻ എടുത്ത് പോയാൽ ഈ റാണി ഈച്ച നശിച്ചു പോകും, അല്ലെ ചത്തുപോകും. പിന്നെ ഈ കോളനിയിൽ അമ്മയില്ല, അല്ലെങ്കിൽ റാണിയില്ല. അങ്ങനെ വരുമ്പം അടുത്ത തലമുറ വരത്തില്ല, നമ്മുടെ കോളനി നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മൾ ധൃതി വെച്ച് നമ്മൾ റാണിയെ നോക്കാതൊക്കെ കൂട് കൈകാര്യം ചെയ്താൽ നമ്മുടെ കോളനി തന്നെ ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം എത്ര സമയമില്ലാത്ത സാഹചര്യമാണെങ്കിലും നമ്മൾ റാണിയെ കണ്ട് ക്ഷമയോട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂടിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ റാണിയെ കണ്ടത് ഇപ്പോൾ ഈ സൈഡിലാണ്. അപ്പോൾ നമ്മൾ റാണി ഇതിനകത്തേക്ക് കയറിപ്പോയി. അപ്പം നമുക്ക് ഇനിയിപ്പം ഇത്രയും നന്നായിട്ട് തേനുള്ളൊരു കൂട്ടിൽ നിങ്ങൾ നോക്കിയാൽ ഈ സൈഡിലും മുട്ടയുണ്ട്, ഈ സൈഡിലും മുട്ടയുണ്ട്. പക്ഷേ നമ്മൾ തേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ഈ മുട്ട നശിപ്പിക്കാൻ പാടില്ല. കാരണം ഈ മുട്ട നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തേൻ എടുക്കുമ്പം അത് ഒലിച്ച മുട്ടയ്ക്കകത്തൊക്കെ കയറിയാൽ കോളനി നശിച്ചു പോകും. അപ്പം ഈ മുട്ടയെ നമുക്കിനി സംരക്ഷിച്ച് നിർത്തണം. അപ്പോൾ അവിടാണ് നമുക്ക് ഈർക്കിലിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പം ഈ ഈർക്കിൽ വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ റാണി നമ്മൾ ഈ സൈഡിലുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം ഈ മുട്ടയുടെ പോർഷൻ ഇളക്കി നമ്മൾ ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് തേൻ പൂർണ്ണമായി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കൂടുതൽ മുട്ടയുണ്ട്, ഇവിടെ കുറച്ച് തേനും ഉണ്ട്, ഇവിടെയും തേനുണ്ട്. ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഈച്ചയ്ക്ക് നമ്മൾ വിട്ടു കൊടുക്കുകയാണ്. ഈച്ചയ്ക്കുള്ള ഭക്ഷണമായിട്ട് അവർ കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കുക, നമ്മളിത് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലെ തേനും ഈ ഒരു ഹാഫ് പോർഷനിലെ മുട്ടയൊന്നും ഇല്ലാതെ ഇങ്ങോട്ടിരിക്കുന്ന ഒരു പോർഷൻ നമ്മൾ തേൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ശരി. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് ഈസി ആയിട്ട് തേൻ എടുക്കാൻ പറ്റുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ തേൻ എടുക്കുമ്പോൾ മുട്ടയൊന്നും ഡാമേജ് ആവത്തില്ല, നമ്മൾ അത് വളരെ സേഫായിട്ട്. ഇപ്പം ഈ 3 സൈഡ് മൂർച്ചയുള്ള കത്തിയുടെ ഗുണം ഇതാണ്.
നമുക്ക് ഈസി ആയിട്ട് ആ പെട്ടിയുടെ സൈസിൽ തന്നെ നമുക്ക് ആ തേൻ ഇളക്കിയെടുക്കാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് നല്ല സ്പൂണൊക്കെ വെച്ചിട്ടാണ്, അപ്പോൾ എല്ലാം പൊട്ടി ഒളിച്ച് ഇതിനകത്തെല്ലാം പെടുന്ന രീതിയായിരുന്നു. അപ്പം ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് ചരിച്ച് പിടിച്ചേക്കുന്നതിന് കാരണം ഒരിക്കലും തേൻ ഒലിച്ച് അങ്ങോട്ട് പോകരുത്, അതിനാണ് ഈ സൈഡിൽ ചരിച്ച് പിടിച്ച് തേൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തേൻ എടുക്കാം. നമ്മുടെ ഈ മുട്ടയ്ക്കകത്തൊക്കെ ഒത്തിരി പില്ലറുകളും കണക്റ്റീവ്സും കാണും. ഇത്രയും കൂട്ടമായിട്ട് മുട്ടയിരിക്കുന്നു. ഈ മുട്ട ഒരിക്കലും പെട്ടിയുടെ അടിപ്പലകയിൽ മുട്ടിച്ചല്ല അവർ നിർത്തുന്നത്. അവരവിടെ നമ്മുടെ ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന പോലെ ഓരോ പില്ലറുകൾ നാട്ടിയിട്ട് ആ പില്ലറിന് മുകളിലാണ് ഈ മുട്ടയെല്ലാം നാട്ടി നിർത്തിയിരിക്കുന്നത്. എന്തിനാണ് തേനീച്ചകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഇട്ട മുട്ടയിലേക്കും ഇവർക്ക് ഇറങ്ങിച്ചെന്ന് അതിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള പില്ലറുകളും കണക്റ്റീവ്സ്. ഈ പെട്ടിയുടെ ഈ സൈഡ് പലകയിൽ നിന്ന് വരുന്നതിനെ കണക്റ്റീവ്സ് എന്ന് പറയും. അതേപോലെ പെട്ടിയുടെ അടിപ്പലകയിൽ നിന്ന് മുകളിലേക്ക് വരുന്നതിനെ പില്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ പില്ലറുകളും കണക്റ്റീവ്സും നമ്മൾ ഇതേ രീതിയിൽ ഈർക്കിൽ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് പൊട്ടിച്ച് വിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മുട്ടയെ എടുക്കാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ പില്ലേഴ്സും കണക്റ്റീവ്സും ഒക്കെ പരമാവധി അത് ഇളക്കിയതിന് ശേഷം വലിയ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആ മുട്ട അവിടെ നിന്ന് എടുത്ത് മാറ്റാം. റാണിയെ സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതാണ് റാണിയെ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെയൊക്കെ മുട്ടയൊക്കെ എടുക്കുമ്പോൾ റാണിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു പോയാൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം വെറുതെയാണ്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു മുട്ട നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഏറ്റവും പുതിയ മുട്ടയാണ് ഈ അടിയിലിരിക്കുന്നത്, എന്നാൽ ഏറ്റവും പഴയ മുട്ടയാണിത്. അതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചെറുതേനീച്ചയിൽ മുട്ടയിൽ തന്നെ 2 തരം മുട്ടയുണ്ട്. പുതിയ മുട്ടയുണ്ട്, പഴയ മുട്ടയുണ്ട്. ഈ പുതിയ മുട്ട നമ്മൾ ഇളക്കാൻ ശ്രമിച്ചാൽ അതിങ്ങനെ ജ്യൂസ് പോലെ പൊട്ടി പോകുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈർക്കിലൊക്കെ വെച്ച് ഒത്തിരി ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഈ മുട്ട കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. അതൊരു ഒറ്റ പീസായിട്ട് അങ്ങ് എടുത്ത് മാറ്റുകയാണല്ലേ. നമ്മൾ ബാക്കിയുള്ള മുട്ടകൾ ഇതേപോലെ പരമാവധി നമുക്ക് എടുക്കാവുന്ന മുട്ടയെല്ലാം എടുത്ത് മാറ്റുക. ഇതെല്ലാം പുതിയ മുട്ടയാണ്. അപ്പോൾ എങ്ങനെയാണോ അതിനകത്ത് ഇരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നു. നമ്മൾ തേനെടുത്ത പോർഷനിലേക്ക് ഇപ്പം വെക്കുന്നില്ല, നമ്മളത് ആ ഒരു പോർഷൻ നമുക്ക് ഇനി തുടയ്ക്കേണ്ടതുണ്ട്. മുട്ടകളെ പൂർണ്ണമായും മാറ്റി ഇനി നമുക്ക് ഈ തേൻ എടുക്കാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി പൂമ്പൊടി തേനിലേക്ക് കലരാതെ വേണം നമുക്കിത് എടുക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് തേൻ എടുക്കാം. നമ്മളിതിനകത്ത് തേൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഈച്ചകളുണ്ട്. പരമാവധി ഇതിനെ ഒന്ന് തട്ടിയാൽ പറക്കാൻ പറ്റുന്ന ഈച്ചകളൊക്കെ അങ്ങ് പറന്നു പോകും. അപ്പം അതിന് ശേഷം നമുക്ക് തേൻ എടുക്കാം. എന്നാലും ഒത്തിരി കുഞ്ഞ് ഈച്ചകൾ ഇതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് പറക്കാൻ പറ്റാത്തതിന് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നിരുന്നാലും പറന്ന് പോകുന്നതൊക്കെ പോട്ടെ എന്ന രീതിയിൽ നമുക്കിതിനെ പറത്തി വിടാം. അവർ തിരിച്ച് വന്ന് പെട്ടിയിൽ കയറിക്കോളും. നമ്മൾ പെട്ടി എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കുമ്പോൾ. ഇനി നമ്മൾ ഈ കട്ട ഇതേപോലെ എടുക്കാം. അപ്പോൾ ഈ ഒരു കത്തിയുടെ ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് മരങ്ങളുടെ പശ. ഇതാണ് ആ നൂല് പോലെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തേനൊക്കെ എടുത്തു. നമ്മൾ ഇത്രത്തോളം തേൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. അപ്പം ഒത്തിരി പൂമ്പൊടിയൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് എടുക്കാൻ സാധിച്ചു. ഇതേ രീതിയിൽ പൂമ്പൊടി പരമാവധി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാതിരിക്കുക. കാരണം പൂമ്പൊടി മിക്സ് ചെയ്താൽ തേൻ പെട്ടെന്ന് പുളിച്ചു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പൂമ്പൊടി ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇപ്പം തേനുമായിട്ടൊക്കെ ഉടഞ്ഞു പോയി തേനുമായിട്ടൊക്കെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇതിനകത്തേക്കൊന്നും വെക്കുന്നില്ല. എന്നിരുന്നാലും നമ്മളത് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഈ പെട്ടി ഇനിയും ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോട്ടൺ ക്ലോത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം. മാക്സിമം തേൻ വടിച്ചെടുത്തതിന് ശേഷം വേണം എടുക്കാൻ. ഈ തുടയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് തേനൊക്കെ എടുക്കുമ്പോൾ ഇതിനെയും നമ്മൾ പെട്ടി ഇവിടെ കെട്ടി വെച്ചിട്ട് പോകുമ്പം ഇതിനകത്ത് നിന്ന് ഒലിച്ചിറങ്ങിയാൽ ഉറുമ്പ് കയറും. പരമാവധി കോട്ടൺ ക്ലോത്ത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. നിറഞ്ഞിരുന്ന ആ തേനീച്ച കോളനിയിൽ നിന്നും നമ്മൾ ആ തേൻ പൂർണ്ണമായും എടുത്തു. എന്നാൽ പൂർണ്ണമായും എടുത്തെന്ന് പറയാനൊക്കത്തില്ല, നമ്മൾ ഈ ഒരു പീസിനകത്തുള്ള തേൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ തേനിൻ്റെ അംശം കാണും, അത് നമ്മൾ ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഇനി പെട്ടി എടുത്ത് അടയ്ക്കുമ്പോഴൊക്കെ അത് പെട്ടിയുടെ പുറത്തൊക്കെ തേനിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഉറുമ്പ് വരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും
കെയർ ചെയ്ത് ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആ പെട്ടിക്കകത്ത് നിന്ന് പൂർണ്ണമായും തേനൊക്കെ എടുത്ത് ഇനി നമുക്കിതിനെ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ തേൻ എന്താ എടുക്കാത്തതെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഇത് മഴക്കാലത്ത് അവർക്കുള്ള ഭക്ഷണമാണ്. മഴക്കാലത്ത് പ്രകൃതിയിൽ നമ്മുടെ പൂവിലും ഇലയിലും ചെടികളിലും എല്ലാം വെള്ളം വീണ് കിടക്കുന്നതുകൊണ്ട് അവർക്ക് തേനൊന്നും കിട്ടത്തില്ല. മഴക്കാലത്ത് തേൻ ഉൽപ്പാദനം പ്രകൃതിയിലില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഭക്ഷണമായിട്ട് ഈ തേൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ ഈ പോർഷനിലേക്ക് മാറ്റി റാണി ഈച്ച ഇവിടെ സേഫാണ്. അവർക്ക് ആവശ്യത്തിനുള്ള തേൻ ഇവിടെ ഉണ്ട്, പൂമ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇതിനെ സുരക്ഷിതമായിട്ട് അടച്ചു വയ്ക്കും. അപ്പം നമ്മൾ അടച്ചു വെക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ഇരിക്കുന്ന തേൻ ഉടഞ്ഞു പോവാതെ സുരക്ഷിതമായിട്ട് അടയ്ക്കണം. അതേപോലെ ഇതിൻ്റെ പുറത്ത് ഒന്നും തേൻ്റെ അംശം ഇല്ല, അല്ലെ ഒലിച്ചിറങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ഒരു ടേപ്പിൽ നമ്മളിത് പൂർണ്ണമായും ചുറ്റി വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊരു കാര്യം ഓർക്കുക. നിങ്ങളിപ്പോൾ പെട്ടിയിലൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. പഴയ കലം അങ്ങനെയൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഇതിനെ ഇത്രയും സംരക്ഷിച്ച് വെക്കുന്നത്. അപ്പൊ അനുവ നമ്മള് ഈ ഒരു കോഡിൽ നിന്ന് ഇത്രയും കിട്ടിയല്ലേ? അതെ, ആ ഒരു ഒറ്റ സിംഗിൾ കോഡിൽ നിന്നാണ് ഇത് ഇത്രയും കിട്ടിയിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു രീതിയാണ്. എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിനത്തെ ഒരു അളവ് അതെ, ഇത് കണ്ടോ, ഇത് നമ്മള് വെറുതെ, അതായത് ഒന്നും പിഴിയാതെ അല്ലെങ്കിൽ പ്രസ് ചെയ്യാതെ ഒന്നുമില്ല. ഇതിന് വെയിലത്ത് വെക്കുമ്പോൾ ഏകദേശം ഇതിന്റെ പകുതിയോളം തേൻ ഇനി ഇറങ്ങാനുണ്ട്. ഇതിനകത്ത് 100 ഇറങ്ങാനുണ്ട്. അപ്പം അതേപോലെ തന്നെ വാക്സ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും എന്നൊക്കെയുള്ള കാര്യം നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇപ്പം നമ്മൾ ആക്ച്വലി ഒരു കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് മാക്സിമം തേൻ എടുത്ത് ഒരു ചിലപ്പം 4-5 പെട്ടിയായിരിക്കും നമ്മളൊരു ദിവസം എടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ അരിപ്പ നിറച്ച് കൊണ്ട് വെയിലത്ത് വെക്കും. ഇത് പൂർണ്ണമായ ഊരി നമുക്ക് കിട്ടും. ഓ ശരി, അങ്ങനെ നമ്മളൊന്നും പ്രസ് ചെയ്യണ്ട, അല്ലാതെ തന്നെ അതായത് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1-ാം പാല് 2-ാം പാൽ എന്ന് പറയുന്ന പോലെ പ്രസിംഗ് ഒന്നും ഇല്ലാതെ വരുന്നതിന് ആദ്യം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ സ്ക്യൂസ് ചെയ്യും. നമ്മൾ സ്പൂൺ വെച്ചോ അല്ലെ ഈ കത്തിയൊക്കെ വെച്ചിട്ട് ഞെക്കി എടുക്കും. ഇതിന് ശേഷവും തേനുണ്ടാവും. അത് നമ്മൾ ആ വാക്സ് വായിലിട്ട് ചവച്ചാൽ നമുക്ക് കുറെ തേൻ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ മാക്സിമം നമ്മൾ എടുക്കുക. അല്ല ആദ്യമേ ഈ പൂമ്പൊടിയും തേനീച്ചയും എല്ലാം കൂടെ വെച്ച് ഞെക്കി പിഴിയുന്നത് ഒരു നല്ല മെത്തേഡല്ല. ആ രീതി ഫോളോ ചെയ്യാതിരിക്കുക. നമ്മള് പെട്ടി എടുത്തെടുത്ത് നോക്കിയാൽ തേനീച്ചകളെല്ലാം അവിടെ ഉണ്ടാവും. നമ്മൾ ഇനി പെട്ടി എടുത്തെടുത്ത് നമുക്ക് നോക്കാം. തേനീച്ചകളെല്ലാം തിരിച്ച് ഈസി ആയിട്ട് ഇതിനകത്ത് കയറുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആദ്യം ചെറുതായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് വന്നെന്നല്ലാതെ പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം നമ്മൾ പെട്ടി വെച്ചെടുത്തുനിന്ന് പെട്ടി മാറ്റി വെച്ച് നമ്മൾ കോളനി കൈകാര്യം ചെയ്യുന്നത്. ഒരിക്കലും പെട്ടി വെച്ചെടുത്ത് തന്നെ വെച്ച് കോളനി കൈകാര്യം ചെയ്യുന്നത് നല്ല മെത്തേഡല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് പറക്കുന്ന ഈച്ച അവിടെ പൊക്കോളും. അപ്പം നമുക്ക് ഇവിടെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് തേൻ എടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കോളനിയിലെ തേൻ എടുക്കുന്നത്. ഇനി ചെറുതേനീച്ച കോളനിയിൽ കൂട് പിരിക്കുന്ന പരിപാടി ഒക്കെ ഉണ്ട്. തേനീച്ചകളെല്ലാം തിരിച്ച് ഇനി ഇവിടെ കയറുന്ന രീതി. ഇപ്പം നമ്മൾ വെച്ചപ്പോഴേ കണ്ടോ കയറുന്നുണ്ടോ? അപ്പൊ അനുവേ നമ്മള് തേനീച്ചയെന്ന് തേനെടുക്കുന്നതെല്ലാം കണ്ടു. ഇത് ഇവിടെ കുറെ കൂടുകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇത് ആക്ച്വലി നമ്മള് പണ്ട് കാലം മുതലേ ചെറുതേനീച്ചയെ പല രീതിയിൽ വളർത്തുന്നുണ്ട്. ചില ആളുകൾ കലത്തിനകത്ത് വളർത്തും, ചിലർ മുളയ്ക്കകത്ത് വളർത്തും. മുളയ്ക്കകത്തൊക്കെയാണ് നമ്മള് പ്ലാസ്റ്റിക് കുപ്പിക്കകത്തും ചിരട്ടയ്ക്കകത്തും വളർത്തുന്ന മെത്തേഡ് വരെ ഉണ്ട്. ആണോ? എങ്ങനെയും വളർത്താം. അടഞ്ഞിരുന്നാൽ ഇരുട്ട് വരുന്ന എവിടെയും ചെറുതേനീച്ച വളർത്താം. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തേനൊക്കെ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ചിരട്ടയ്ക്കകത്ത് വളർത്തിയാൽ ഒന്ന് തേൻ എടുക്കാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വെക്കുന്ന കാര്യം പറ്റത്തില്ല, എളുപ്പമല്ല. അതുപോലെ കലമായാണെങ്കിലും തേൻ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. റൗണ്ട് ഷേപ്പിലിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടാണ് നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്പ് ബോക്സസിന്റെ ഉപയോഗം. അപ്പൊ ഇപ്പൊ ഞാൻ ഇതും പറയാം. ഇത് വരുന്നത് നമ്മളിപ്പം തേൻ എടുത്ത ടൈപ്പിൽ തന്നെയുള്ള ബോക്സ് ആണ്. ഇത് ആക്ച്വലി 14x4 എന്ന് പറയും. 14 ഇഞ്ച് നീളം, 4 ഇഞ്ച് വീതി. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച 4 ഇഞ്ച് ഉയരം എന്ന മോഡൽ ബോക്സ്. ഇത് പാർട്ടീഷൻ ബോക്സ് ആണ്. ഇതിന്റെ അകത്ത് പാർട്ടീഷൻ ഉള്ള ബോക്സസ് ആണ്. ഈ 7 ഇഞ്ചിൽ ഒരു പാർട്ടീഷൻ കൊടുത്താൽ ഇതിന്റെ ഒരു സൈഡിൽ തേനീച്ച മുട്ട മാത്രം വെക്കും, ഒരു സൈഡിൽ തേൻ വരും. നമ്മളിപ്പോ തേൻ എടുത്തപ്പോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. 2 സെക്ഷനിലും മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഇത് ആക്ച്വലി ഈ തരത്തിലുള്ള കൂടുണ്ട്. അതൊക്കെ നമ്മുടെ പഴയ കാലത്തെ കൂടുകളാണ്. ഇപ്പം പുതിയ മോഡലുകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിലൂടെ വേലക്കാര തേനീച്ചകൾ ഇവിടെ കയറി തേൻ ശേഖരിക്കും. എന്നാൽ ഇത്രയും സ്പേസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് മുട്ട എപ്പോഴും ഈ ഒരു സെക്ഷനിലായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ പാർട്ടീഷൻ ബോക്സിന്റെ ഉപയോഗം അതാണ്. അപ്പം ഇങ്ങനെയുള്ള ബോക്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് തേക്കിന്റെ തടിയിൽ നല്ലതായിട്ട് പ്ലെയിൻ ചെയ്ത് വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ബോക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കൊള്ളാം. ഇത് നല്ലൊരു ടൈപ്പ് കൂടാണ്. അതാകുമ്പോ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നവർക്കല്ലേ എളുപ്പത്തിൽ ചെയ്യാം. ഇത് വീട്ടുകാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു മോഡൽ ബോക്സ്. ഇനിയും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെണിക്കൂട് വെക്കാൻ എളുപ്പമാണ്.
നിങ്ങളുടെയൊക്കെ വീടിന്റെ കല്ലിന്റെ പൊത്തിൽ തേനീച്ച കാണുമല്ലോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരാന്തയിൽ നിന്ന് അകത്തോട്ട് കയറുന്ന കട്ടളയുടെ മൂലയ്ക്ക് ഒരു തേനീച്ച കോളനി കാണും. ഇതുപോലെ ഈ കല്ലിന്റെ ഇടയ്ക്ക് എല്ലാം കാണും. അപ്പൊ അതിനെ പൊളിക്കാൻ പറ്റത്തില്ല. ഈ പൊളിക്കാൻ പറ്റത്തുന്ന എളുപ്പത്തിൽ കൂട്ടിലേക്ക് തേനീച്ചയെ കയറ്റി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പ് ബോക്സ് ആണിത്. ആക്ച്വലി ഇതിന്റെ ഇൻസൈഡ് ഫുള്ള് തടി ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതേപോലെ തടി ലെയർ ചെയ്ത് എടുത്തിട്ടുള്ള ബോക്സ് ആണ്. ഇതിനെ നമുക്ക് തേനീച്ച കോളനി വളർത്താം. ഇത് നല്ലതായിട്ട് ഫുൾ ആയിരിക്കുന്ന കോളനി നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിലായിരിക്കും തേനീച്ചയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് മുട്ടയിട്ട്. എന്നാൽ ഈ ഒരു സെക്ഷൻ നോക്കിയാൽ ഇവിടെ ആയിരിക്കും തേനീച്ചകള് തേൻ ശേഖരിച്ചു വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് തേൻ മാത്രം എടുത്ത് പോകണമെങ്കിൽ ഇത് മാത്രം എടുത്താൽ മതി. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, തൊടാതിരിക്കാം. തൊടാതിരിക്കാന്ന് പറഞ്ഞാൽ കൂട് പിരിക്കണമെങ്കിലൊക്കെ ഇത് തുറക്കുക തന്നെ വേണം. എന്നാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. കാരണം എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കിയിടാം, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഗാർഡനിലൊക്കെ നമുക്ക് തൂക്കിയിടാം അല്ലേ? പുട്ടുകുറ്റി മോഡൽ ബോക്സ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് തേനീച്ച, ഇതാണ് അവരുടെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ തേനീച്ച അകത്തേക്ക് കയറും. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിലൂടെയാണ് തേനീച്ചകള് തേൻ നിറയ്ക്കുന്ന ചേമ്പറിലേക്ക്, ഹണി ചേമ്പറിലേക്ക് വരുന്നത്. ഇതിനകത്ത് തേനും നമുക്ക് ശേഖരിക്കാം. ഇവിടെ മുഴുവൻ മുട്ടയും അല്ലെങ്കിൽ അതിന്റെ പൂമ്പൊടിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരും. അപ്പൊ അത് കൊള്ളാം കേട്ടോ. ഈ രീതിയിലാണ് ഈ പറയുന്ന ട്രാപ്പ് ബോക്സ് അല്ലെങ്കിൽ ഇതിന്റെ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ ഇത് കൊള്ളാം. നമ്മളിപ്പോ 2 ബോക്സ്. ഇനി ഏതാ ഉള്ളത്? ഇത് വേറൊരു മോഡൽ ബോക്സ്. ഇത് 5 ഇഞ്ച് സ്ക്വയർ ബോക്സ് ആണ്. ഇതിന്റെ അടിപ്പട്ടിയില് തേനീച്ചകൾ മുട്ടയിട്ട് വളരും. ഒറ്റ സെറ്റ്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സെറ്റ് വരുന്നത്. അടിപ്പട്ടിയിൽ തേനീച്ച മുട്ടയിട്ട് വളരും. ഇതിന്റെ ഈ സെക്ഷനിൽ തേൻ നിറയ്ക്കും. ശരി. ഈ പറഞ്ഞത് തന്നെ ബോക്സിലാക്കി. ഇതിപ്പോ വെയിലും മഴ അടിക്കുന്നിടത്ത് വെക്കുന്നത് ഇച്ചിരി റിസ്ക് ആണ്. എന്നാൽ അത് ആ ബുദ്ധിമുട്ടില്ല. കാരണം ഇൻസൈഡ് തടി ഉള്ളത് കൊണ്ട് ചൂട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അതിനകത്തുള്ളത്. അപ്പം ഈ രീതിയിൽ ഇതിനകത്ത് പാർട്ടീഷൻ ഒന്നുമില്ല. ഈ ഒരു സെക്ഷൻ ആയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക്, ആവശ്യക്കാർക്ക് ഇത് എത്തിക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും എത്തിക്കാം, കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം അനൂപിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അനൂപിനെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ച് ഇത് ഞാൻ പറയുന്ന ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഇതിന്റെ തേനീച്ച നമുക്ക് ഇതൊക്കെ കിട്ടിയാലും തേനീച്ചയും കൂടെ കിട്ടണ്ടേ? അതെ. അത് നമുക്ക് എങ്ങനെ? നമുക്ക് ചെറുതേനീച്ച കോളനികളെ ഓൾ ഇന്ത്യ, ഇപ്പം നമുക്ക് റീസെന്റ് ഇന്നലെ ഒരു 6 തേനീച്ച കോളനി പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയി. അപ്പം ഓൾ ഇന്ത്യയിലേക്ക് നമുക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ നാഗ്പൂരിൽ ഒരു 100 ചെറുതേനീച്ച കോളനികൾ ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരുന്നു. ഓറഞ്ച് തോട്ടത്തിൽ അവരുടെ പോളിനേഷന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ ഏത് രീതിയിലും ഒരെണ്ണമായാലും ഒത്തിരി ആയാലും നിങ്ങൾക്ക് ചെറുതേനീച്ച കോളനികൾ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പൊ അനൂപ് എഞ്ചിനീയർ ആണ് കേട്ടോ. അനൂപ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ തന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിലാണ്, ഇലക്ട്രിസിറ്റിയിലാണ് അവിടുത്തെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു ഉദാഹരണമാണ്. ആക്ച്വലി ഒരു കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ജോലിയുള്ള ആൾക്കാണെങ്കിലും ഒരു സൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൃഷിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കൃഷി രീതിയാണ്. ഇതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നവർ കൃഷിയായിട്ട് ചെയ്യാം. കാരണം ഇതുപോലുള്ള റബ്ബറോ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് കൃഷിയായിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരെണ്ണം മസ്റ്റായിട്ട് വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ പച്ചക്കറി ആണെങ്കിലും എല്ലാം നല്ല ഉൽപ്പാദനം ഉണ്ടാകാനും പോളിനേഷനും എല്ലാം ഈ തേനീച്ച നല്ലതാണ്. അപ്പോൾ അനൂപിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ സംഗതി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു തേനീച്ചയുടെ കോളനിയിൽ വരുന്നതും ഈ കാര്യങ്ങളെല്ലാം വരുന്നതും ചെയ്യുന്നതും. അതുപോലെ തന്നെ തേനീച്ച ഡയറക്റ്റ് ആയിട്ട് അത് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. വളരെ സന്തോഷം അനൂപിനെ കണ്ടതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും. നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ പറ്റിയതും വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ അനൂപിനെ കോൺടാക്ട് ചെയ്യുക. ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മാക്സിമം എത്ര വരെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ചെറുതേനീച്ച കോളനികളുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെറുതേനീച്ച മാത്രമല്ല, വലിയ തേനീച്ച, വൻതേനീച്ചയുടെ എല്ലാത്തിന്റെ സാധനങ്ങൾ അനൂപിന്റെ തേനീച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് സർവീസും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വൻതേനീച്ചയുടെ നമ്മുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ കാണാൻ മറക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് അനൂപിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതിലേക്കും ബൈ. താങ്ക് യു.